പുറപ്പാട് 33:14 ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. മോശ ദൈവത്തോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യം ലഭിച്ചു കഴിഞ്ഞാൽ മോശയ്ക്ക് അത് മതി, അത് തനിക്ക് തൃപ്തിയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് തൻ്റെ ആഗ്രഹം. മറ്റെന്തൊക്കെ ലഭിച്ചാലും ദൈവത്തിൻ്റെ സാന്നിധ്യം തനിക്ക് ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് തൻ്റെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുകയാണ്. ഒരു ദൈവപൈതലിൻ്റെ മനസ്സ് അങ്ങനെ തന്നെയായിരിക്കും. ഈ ലോകത്തിൽ എന്തൊക്കെ നേടിയാലും, എത്ര പണം ലഭിച്ചാലും, എത്ര പദവി ലഭിച്ചാലും, എത്ര ആശീർവാദങ്ങൾ ലഭിച്ചാലും, അതിനെല്ലാറ്റിനേക്കാളും ഉപരി ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളതാണ് ഒരു ദൈവപൈതലിൻ്റെ ചിന്ത. അങ്ങനെ ഒരു ചിന്തയുള്ള ദൈവപൈതലാണ് മോശെ. ഇന്ന് ഈ വചനം ചിന്തിക്കുമ്പോഴും നമ്മുടെ ഹൃദയവും അങ്ങനെയുള്ളൊരു ഹൃദയമായി മാറട്ടെ. ലോകത്തിലെ കാര്യങ്ങളെക്കാൾ ഉപരി ദൈവത്തിൻ്റെ സാന്നിധ്യം എനിക്ക് വേണമെന്നൊരു ദാഹം അതുണ്ടാകട്ടെ. അത് നമ്മുടെ സ്വസ്ഥതയായി മാറട്ടെ, അത് നമ്മുടെ തൃപ്തിയായി മാറട്ടെ, അത് നമ്മുടെ ആഗ്രഹമായി മാറട്ടെ.